ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെയിൻ സ്ലാബ് അഥവാ ആർക്കയിൽ നമ്മൾ പൈപ്പ് കാര്യങ്ങൾ ഇടുന്ന സമയത്ത് എങ്ങനെ പൈപ്പുകൾ ഇടണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമാത്രമല്ല പൈപ്പുകൾ ഇട്ടതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ റൂമുകളിലാണെങ്കിലും ഹാളുകളിലൊക്കെ വരുന്ന LED വരുന്ന ബോക്സുകളാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും എൻ്റെ പൈപ്പുകൾ കണ്ടോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓരോ പൈപ്പുകളും ശ്രദ്ധിച്ച് കൊടുത്തിരിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് വൈബ്രേറ്റർ കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് പൈപ്പ് പൊങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, 2 കമ്പികളാണ് സാധാരണ വരുന്നത്, ഒരു ലെയർ കമ്പിയും അടുത്ത ലെയർ കമ്പിയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലെയർ കമ്പിയുടെ മുകളിലൂടെ വേണം നമ്മൾ ഈ പറഞ്ഞ, അതല്ലെങ്കിൽ ഏറ്റവും അടിയിലത്തെ കമ്പിയുടെ താഴെ വേണം നമ്മൾ ഈ പൈപ്പുകളെല്ലാം കൊണ്ടുപോകാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ചായിരിക്കും കനം വരുന്നത്, വാർക്ക് കനം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കമ്പി വാർക്ക് കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ പൊക്കി ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് പൈപ്പുകൾ പൊങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നല്ലെങ്കിൽ ഏറ്റവും അടിയിലാണ് പൈപ്പ് ഇടേണ്ടത്, അതായത് കമ്പികളുടെ തൊട്ടടിയിൽ ഏറ്റവും അടിയിലായിട്ട് ഇടണം. അതല്ലെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കമ്പിയുടെ ലെയർ ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിരിക്കും ഇടേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ പൈപ്പ് കാര്യങ്ങളെല്ലാം കെട്ടി ക്ലിയർ ചെയ്തിട്ട് ഈ പറഞ്ഞ ലെവലിൽ കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ട്രോളി കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. ഈ ട്രോളി കൊണ്ടുപോകുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഇതുപോലെയല്ല ചെയ്യുന്നത് ഈ പൈപ്പുകളെല്ലാം പൊട്ടിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങളാണ്. അതിൻ്റെ മെയിൻ കാരണം അതാണ്, നമ്മൾ വാർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം വയറ് വലിക്കുന്ന സമയത്ത് ഈ പൈപ്പുകളെല്ലാം ബ്ലോക്കായിരിക്കുന്നത് കാണാൻ സാധിക്കും. പൈപ്പുകൾ ഒന്നല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പൊട്ടി അതിൻ്റെ അത് കോൺക്രീറ്റ് ഇറങ്ങി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പിന്നീട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം ഇതെല്ലാം പൊട്ടിച്ച് ക്ലിയർ ചെയ്ത് സ്ലീവും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ ട്രോളി കൊണ്ടുപോകുന്നതിന്, ഞാൻ നേരത്തെ കാണിച്ചു, ആ ട്രോളി കൊണ്ടുപോകുന്നതിന് ഈ പൈപ്പുകൾ കണ്ടോ, ഈ പൈപ്പുകളെല്ലാം തന്നെ അതിൻ്റെ മുകളിലൂടെ കോൺക്രീറ്റിന് കൊണ്ടുപോകുന്ന ട്രോളി കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈപ്പെല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ ട്രോളി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏത് സ്ഥലത്താണോ ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ജസ്റ്റ് ഒരു സ്റ്റാൻഡ് പോലെ വെച്ച് അതിൻ്റെ അകത്തേക്ക് ചെറിയ ചാനൽ, അതായത് GA ചാനലാണ് വെച്ചിരിക്കുന്നത്. ആ ചാനലിൻ്റെ മുകളിലൂടെയാണ് ട്രോളി കൊണ്ടുപോകുന്നത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾ ഒന്നുകൂടി കാണിച്ചു തരാം. ആ ട്രോളി കൊണ്ടുപോകുന്നത് കണ്ടോ, ആ ട്രോളി നമുക്ക് അതിലൂടെ വേറെ കോൺക്രീറ്റ് എടുത്തതിന് ശേഷം കണ്ടോ പൈപ്പിലൊന്നും ചവിട്ടാത്ത രീതിയിൽ അതൊരു സ്റ്റാൻഡാണ് വെച്ചിരിക്കുന്നത്. താഴെ പൈപ്പിന് തൊട്ട് മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം, അപ്പോൾ ഒരിക്കലും അതിൻ്റെ ടച്ച് ചെയ്യില്ല, ആ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നേരെ കൊണ്ടുപോയി ട്രോളി ആ ലെവലിൽ കൊണ്ടുപോയി കറക്റ്റ് ചെയ്ത് ചെയ്യും. അപ്പോൾ ട്രോളിയുടെ വെയിറ്റും അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ വെയിറ്റും പൈപ്പിൻ്റെ മുകളിൽ കൊണ്ടുകഴിഞ്ഞാൽ പൈപ്പുകളെല്ലാം പൊട്ടിപ്പോകും. എത്ര കോൺക്രീറ്റ് ചെയ്ത പൈപ്പുകളാണെങ്കിലും പൊട്ടുകയില്ലെങ്കിൽ ഞെങ്ങി അമർന്നു പോകും. അപ്പോൾ പൈപ്പുകളിലൂടെ വയറ് വലിക്കുക ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ രീതി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രീതി യൂസ് ചെയ്യുകയാണെങ്കിൽ പൈപ്പുകളെല്ലാം സ്ട്രോങ് ആയിരിക്കും. മാത്രമല്ല നമ്മുടെ വയറിങ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് പൈപ്പുകളാണ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് ആ പൈപ്പിലൂടെ നമുക്ക് എല്ലാം വയറ് കാര്യങ്ങളെല്ലാം വലിച്ചെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു 90% നമ്മളിട്ട പൈപ്പിൻ്റെ ഏകദേശം ഒരു 10% അല്ലെങ്കിൽ 20% പൈപ്പുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതിൻ്റെ മെയിൻ കാരണം ഒന്ന്, ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ചവിട്ടി നടക്കുന്നതും അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ട്രോളി കയറി പോകുന്നതായിട്ടും, അപ്പോൾ ഈ പൈപ്പുകളൊക്കെ പൊട്ടിപ്പോയി ക്ലിയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കോൺക്രീറ്റിൻ്റെ സമയത്ത് ഇത് ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സമയത്ത് എങ്ങനെയാണ് പൈപ്പ് ഇടേണ്ട ഫുൾ ഡീറ്റെയിൽ അതിനെക്കുറിച്ച് ചെയ്യണമെങ്കിൽ വളരെ ഹൈ ലെങ്തി ആയൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ, എങ്ങനെയാണ് അതിൻ്റെ LED ബോക്സ് കാര്യങ്ങൾ എവിടെ വെക്കണം എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷനായി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date,